നമ്മളെ വയനാട് കൽപ്പറ്റത്തെ ഫ്ലവർ ഷോന്റെ ഒരു റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ. 80 രൂപയാണ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത്. ആദ്യത്തെ സ്റ്റാള് തന്നെ പഞ്ഞിമിഠായിന്റെയാണ്. പഞ്ഞിമിഠായി കണ്ടപ്പോൾ തന്നെ എന്റെ ഉള്ളിന്റെ ഉള്ളിലെ കുട്ടി ഉണർന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരെണ്ണം അങ്ങോട്ട് വാങ്ങിച്ചു. ഗാർഡനൊക്കെ മുമ്പത്തെ ഫ്ലവർ ഷോയ്ക്ക് ഉള്ള പോലെ തന്നെയാണ് ഇപ്രാവശ്യവും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോന്റെ ഒരു വെറൈറ്റി സംഭവമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷികളൊക്കെ നമ്മളെ തട്ടുന്നുള്ള ലെവലിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷികൾ മാത്രമല്ല, പാമ്പും ഉണ്ട്. 1 വയസ്സ് മാത്രം പ്രായമുള്ള പൈത്തണാണിത്. കടിക്കൊന്നുമില്ല, ആള് പാവാണ്. ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോന്റെ മറ്റൊരു വെറൈറ്റി സംഭവമാണ് ഈ പറയുന്ന റോബോട്ട് ഡോഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ കല്യാണ വീട്ടിൽ പാമ്പ് കയറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു വൈബാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. റോബോട്ട് ഡോഗിന്റെ കളിയൊക്കെ കണ്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരുന്നു അവിടുന്ന് ഇറങ്ങിയത്. അങ്ങനെ 1 by 1 ആയിട്ട് ഞങ്ങൾ ഓരോ സ്റ്റാളുകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നടന്നു. സംഭവം മുമ്പത്തെ ഫ്ലവർ ഷോ പോലെ തന്നെ അധികം സ്റ്റാളുകളൊന്നും ഇപ്രാവശ്യമില്ല. പക്ഷെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മോശമല്ലാത്തൊരു ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ? കണ്ടപ്പോൾ പെട്ടെന്ന് റേഡിയോ ആണെന്ന് വിചാരിച്ചു, പക്ഷേ സാധനം സ്പീക്കറായിരുന്നു. പല വെറൈറ്റി ചിപ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഫേഷ്യൽ സോപ്പാണ്. നമ്മളെ ടാന്, കരിവാളിപ്പ് ഇതൊക്കെ പോകുന്നതാണ് ഇവർ പറയുന്നത്. അങ്ങനെ കുട്ടികളെ ടോയ്സിന്റെ സെക്ഷനിലേക്ക് എത്തി. ഡോറേനെ കണ്ടപ്പോൾ പഴയ മെമ്മറീസിലേക്കൊന്ന് പോയി. ഇത് പഴയകാല മിഠായികളുടെ ഒരു സ്റ്റാളാണ്. തേൻ മിഠായി, പുളിയച്ചാർ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് കുട്ടികളെ ഗെയിമിങ്ങിന്റെ ഒരു സെക്ഷനാണ്. അങ്ങനെ സ്റ്റാളുകളൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായി. അവസാനത്തെ സ്റ്റാളും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡിന്റെ സെക്ഷനിലേക്ക് എത്തി. മുമ്പത്തെ ഫ്ലവർ ഷോ പോലെ തന്നെ ഇപ്രാവശ്യവും വലിയ പറയാൻ മാത്രമുള്ള വലിയ സംഭവം ഒന്നും ഇവിടെ അല്ല. എന്നാലും അത്യാവശ്യം ക്രൗഡൊക്കെ ഉള്ളതുകൊണ്ട് ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ ഒപ്പമുള്ള ചങ്കിന് ഈ ഒരു പാവ് ബജ്ജി കണ്ടപ്പോൾ കഴിക്കാനൊരാഗ്രഹം. ഒന്നും നോക്കിയില്ല, ഒരെണ്ണം വാങ്ങി. ഒരു പ്ലേറ്റ് പാവ് ബജ്ജിക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഞാൻ കഴിച്ചു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഫാമിലി ഗെയിംസിന്റെ സെക്ഷനിലേക്ക് എത്തി. ഇവിടെ ഗെയിംസ് ഒക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഗെയിംസ് ഒക്കെ കണ്ടു നിന്നതിൻ്റെ ശേഷം അടുത്ത സ്റ്റാളിലേക്ക് പോയി. അവിടെ തോക്ക് കണ്ടപ്പോൾ വെടി വെക്കാനൊരാഗ്രഹം. വെടിവെച്ചു, പക്ഷെ കൊണ്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഗാനമേളൻ്റെ അവിടെ എത്തി. ഇവിടെ സീറ്റും മറ്റ് സെറ്റപ്പ് ഒന്നുമില്ല. എന്നാലും പതിയെ പതിയെ ഓഡിയൻസ് ഇങ്ങനെ ബൂസ്റ്റപ്പായി അവസാനം അങ്ങനെ ഗാനമേളൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നേരെ റൈഡിന്റെ അങ്ങോട്ടേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും യന്ത്രഊഞ്ഞാലിൽ തന്നെ കയറാൻ തീരുമാനിച്ചു. യന്ത്രഊഞ്ഞാലിന്റെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ ഇതിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാളലൊന്നും ഇപ്പല്ല കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.